ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ എനിക്ക് നൽകിയൊരു പുസ്തകം എലോൺ മസ്കിൻ്റേതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ഇൻ്റർപ്ലാനറ്ററി ഡെസ്റ്റിനി ഞാനും സ്വകാര്യമായി അന്വേഷിക്കുന്നുണ്ട്. മസ്കിൻ്റെ പുറകെ ഒരു ഗോളാന്തര അസ്തിത്വത്തിൻ്റെ സാധ്യത നിങ്ങളിൽ പലരും മസ്കിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ നിങ്ങളെ ആ സഞ്ചാരത്തിനോടൊപ്പം വേറൊരിടത്തേക്ക് ഒരു 2 മിനിറ്റ് കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് എൻ്റെ വിചാരം. പ്രത്യേകിച്ചും ഇവിടെ ഈ ഗുരുക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ. അധ്യാപകരെക്കുറിച്ച് ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് കാരൂർ നീലകണ്ഠപിള്ള. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കഥയാണ് പൊതിച്ചോർ. അതുപോലെ തന്നെ അധ്യാപകരുടെ ജീവിതാവസ്ഥകളെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ അവർ നേരിട്ട സഹനങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന വ്യത്യസ്തങ്ങളായ ചെറുകഥകളുണ്ട്. അതിലൊന്ന് ഒരു ഊണിൻ്റെ കണക്ക് എന്നുള്ളതാണ്. അതിലെ ചില വരികൾ മാത്രമാണ് എൻ്റെ പ്രസംഗം. ഇവിടെ ഇരിക്കുന്ന അധ്യാപകരിൽ പലരും അവരുടെ സ്വദേശം വിട്ട് പല ദേശങ്ങളിൽ പലതവണ ട്രാൻസ്ഫറായി പഠിപ്പിച്ചാണ് അവരുടെ കാലം പൂർത്തിയാക്കുന്നത്. അത്തരത്തിലൊരു അധ്യാപകൻ ഒരു ദൂരദേശത്ത് പഠിപ്പിക്കാൻ പോവുകയാണ്. അയാളിങ്ങനെ അയാളുടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ, താമസിക്കാൻ ഒരു വീട്, അയാളുടെ സാമ്പത്തികത്തിൽ ഒതുങ്ങി നിൽക്കണം, ഇങ്ങനെ വലിയ പ്രയാസങ്ങളൊക്കെ അയാൾക്കുണ്ട്. അവസാനം ഒരു വീട് കിട്ടി. ഒരു ഊണിന് 4 അണ. മാസത്തിൻ്റെ അവസാനം വന്നപ്പോൾ ആ വീട്ടുകാരത്തെയും ഈ അധ്യാപകനും തമ്മിൽ ഊണിൻ്റെ കണക്ക് പറയുന്ന ഒരു ഭാഗമാണ് ഈ കഥയുടെ അവസാനം. സാറിൻ്റെ കണക്കെടുത്തോളൂ, അമ്മ പറഞ്ഞാൽ മതി. എന്നാൽ ഈ മാസത്തിൽ 21 നേരം ഉണ്ടിട്ടുണ്ട്, 5.25 രൂപ. 20 നേരമല്ലേ? അല്ല, ഇത് ഈ വിളക്കം കൊണ്ട് ചെന്ന് സാറ് തന്നെ നോക്കിക്കോളൂ, അത് 21 ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഭിത്തിയിലെ കരികൊണ്ട് വരച്ച വരകൾ എണ്ണി നോക്കി. സാറിന് വിളമ്പിത്തരുന്നതിനിടയിൽ തന്നെയാണ് ഞാൻ വരയ്ക്കാറ്, അത് തെറ്റാനിടയില്ല, എൻ്റെ കണക്കാ ശരി. ഇവർ തമ്മിലിങ്ങനെ പറഞ്ഞ് അവസാനം സാറ് 21 സമ്മതിക്കുകയാണ്. കാരണം സാറേ, ഒരു നേരം പള്ളിക്കൂടം വിട്ട് വന്നപ്പോൾ പഞ്ഞപ്പുല്ല് കുറിക്കത് കുടിച്ചില്ലേ, അന്ന് പിന്നെ ഉണ്ടുമില്ല, അത് ഞാൻ ഒരു നേരമായിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഈ വർത്തമാനമെല്ലാം കേട്ടപ്പോൾ ഈ അമ്മയുടെ ഭർത്താവ് മുറിക്കകത്ത് ഇരിപ്പുണ്ട്. ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയേ ഉള്ളോ എൻ്റെ സാറേ ഭക്ഷണം കഴിച്ചതാണ്? മുറിക്കകത്ത് നിന്ന് വൃദ്ധൻ ചോദിച്ചു. ആ കഥയുടെ അവസാനത്തെ വരി, അതിന് തന്നെ എന്താ വക, അതിന് തന്നെ എന്താ വക. അത്തരത്തിൽ ഒരുപാട് സഹനദൂരങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇവരൊക്കെ ഇന്ന് നാം വന്ദിക്കത്തക്ക രീതിയിലുള്ള മഹത് വ്യക്തിത്വങ്ങളായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഈ ആദരം നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ ഹാളിൽ ആയിരിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ നിർബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഒരു അധ്യാപകനും ഒരു ഗുരുവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു അധ്യാപകൻ ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ വലിയ വിജയം നേടുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും. എന്നാൽ കൺഫ്യൂഷ്യസിനെ പോലെ ചില ആളുകൾ പറഞ്ഞു വച്ചിരിക്കുന്നത്, ഒരുപക്ഷെ കൺഫ്യൂഷ്യസിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണ്, പണ്ട് കുട്ടികൾ പഠിച്ചിരുന്നത് ആത്മപുരോഗതിക്ക് വേണ്ടിയാണ്. അവനവനെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ഉള്ള ഒരു ഉപാധിയായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അറിവിനെയും പരിണമിപ്പിക്കാൻ ഈ ഇൻഫോഡെമിക്കിൻ്റെ കാലത്ത്
നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി.